അപ്പോൾ മഴയൊക്കെ മാറിയിട്ട് നല്ല വെയിൽ സമയമായിക്കൊണ്ടിരിക്കുകയാണല്ലേ, നല്ല വെയിലാണ്, നല്ല ചൂടാണ്. അപ്പോൾ നമ്മൾ മഴയത്തും വെയിലത്തും നമ്മൾ ഓർക്കിഡ്സിന് വളങ്ങൾ നൽകാറുണ്ട്. പക്ഷെ നമ്മൾ മഴ സമയത്ത് കൂടുതലായിട്ട് നമ്മൾ രാസവളങ്ങളാണ് കൊടുക്കാറുള്ളത്, ജൈവവളങ്ങൾ ഉപയോഗിക്കാറില്ല. പിന്നെ ഈ മഴ സമയം മാറി വെയിൽ സമയത്താവുമ്പോഴാണ് നമ്മൾ മാക്സിമം നമ്മൾ നല്ല രീതിയിലുള്ള ജൈവവളങ്ങളെല്ലാം നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് നൽകാറുള്ളത്. അപ്പോൾ അങ്ങനെ നൽകുമ്പോൾ ചെറിയ ചെടികൾക്ക് നമ്മൾ ഗ്രോത്തിന് വേണ്ടിയിട്ട് നൈട്രജൻ കൂടുതലായിട്ട് അടങ്ങിയ ജൈവവളങ്ങൾ നൽകാറുണ്ട്. അതുപോലെ തന്നെ വലിയ പ്ലാന്റ്സിനാണെങ്കിൽ നമ്മൾ ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടുള്ള ജൈവവളങ്ങൾ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വലിയ പ്ലാന്റ്, മെച്ചൂർ പ്ലാന്റ്സിന് ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട്, പെട്ടെന്ന് ഫ്ലവേഴ്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ജൈവവളത്തെ പറ്റിയാണ്. ഹലോ, ഞാൻ ആതിര. എല്ലാവർക്കും ലൈഫ് മേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഓർഗാനിക് വളം കേട്ടോ. അപ്പോൾ ഇത് മറ്റൊന്നുമല്ല, നമ്മുടെ വീട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പഴത്തിൻ്റെ തൊലിയാണ് കേട്ടോ. പഴത്തിൻ്റെ തൊലി ഞാൻ വളമാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുന്നേ നമ്മൾ പലപ്പോഴും പഴത്തിൻ്റെ തൊലി യൂസ് ചെയ്യാറുള്ളത് മിക്സിയിലൊക്കെ നല്ലപോലെ അരച്ചിട്ട് പുളിപ്പിച്ച് അരിച്ച് നേർപ്പിച്ചൊക്കെയാണ് നമ്മൾ ഓർക്കിഡ്സിന് നൽകാറുള്ളത്. അത് കുറച്ച് പാടുപിടിച്ച പണിയാണ്. അരിച്ചെടുക്കുന്നതും നമ്മൾ സ്പ്രേയറിലൂടെ ഒക്കെ സ്പ്രേ ചെയ്യുമ്പോൾ അടയാനും ഒക്കെ ചാൻസ് ഒരുപാടാണ്. അപ്പോൾ അതിനെക്കാട്ടി നല്ലതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കുറച്ച് നാളുകൊണ്ട് ചെയ്യുന്ന ഈ ഒരു മെത്തേഡാണ്. നമ്മുടെ ഈ പഴത്തിൻ്റെ തൊലി എടുത്തിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കിഴി കെട്ടുന്ന പലർക്കും അറിയാമായിരിക്കുമല്ലോ. നമ്മൾ കുഞ്ഞൊരു തുണിയിൽ ഇതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ കെട്ടിയിട്ട് എത്രയാണോ വെള്ളം ആവശ്യമുള്ളത് കുറച്ച് വെള്ളത്തിൽ നമ്മളിത് താഴ്ത്തിയിടും. വെയിറ്റ് എന്തെങ്കിലും വെച്ചിട്ട് താഴ്ത്തി വെക്കുന്നതാണ് കുറേ കൂടെ നല്ലത്. എന്ന് വെച്ചാൽ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ആകുമ്പോൾ ഇത് പൊങ്ങിക്കിടക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു വെയിറ്റ് ഇട്ട് താഴോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ആ വെള്ളത്തിൽ കിടന്നിട്ട് നല്ലപോലെ ഇതിൻ്റെ സത്തെല്ലാം നമ്മുടെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങും ആ തുണിയിൽ നിന്ന്. എന്നാൽ നമുക്ക് സ്പ്രേ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടും ഇല്ല, അരിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല രീതിയിൽ അതിൻ്റെ സത്തുകളെല്ലാം ഇറങ്ങി വരും. വേണമെങ്കിൽ നമ്മൾ ആ കിഴി എടുക്കുന്ന സമയത്ത് നല്ലപോലെ ഒന്ന് ഞെരടി അത് വെച്ച് തന്നെ ഒന്ന് പിഴിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തേക്കുന്നത് ഒരാഴ്ചയോളം തന്നെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ പഴത്തൊലിയൊക്കെ അരച്ചെടുക്കുമ്പോൾ ഒരു 3 ദിവസം ഒന്ന് പുളിപ്പിച്ചിട്ടാണ് എടുക്കാറുള്ളത്. അപ്പോൾ അതിൽ കൂടുതലൊക്കെ ആകുമ്പോൾ പുഴു കിട്ടുന്നതൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഞാനിപ്പോൾ ഒരാഴ്ചയ്ക്ക് മേലെയായി ഞാനിത് ഇട്ട് വെച്ചിട്ട് പുഴുക്കളൊന്നുമില്ല. നമുക്കിതെടുത്തിട്ട് അരിക്കാതെ തന്നെ നമ്മൾ ഓർക്കിഡ്സിന് സ്പ്രേ ചെയ്യാം. ഇതുപോലെയൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈച്ചയുടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ വെള്ളത്തിൻ്റെ കളർ കണ്ടോ, അപ്പോൾ അടുത്തിൻ്റെ ആ ഒരു സത്തൊക്കെ ഇറങ്ങിയിട്ട് നല്ലപോലെ ആയിട്ടുണ്ട്. പഴത്തൊലിയുടെ കേട്ടോ, പഴത്തിൻ്റെ അല്ല, പഴത്തൊലിയുടെ. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ അരിച്ചെടുക്കുക. എന്ന് വെച്ചാൽ ഇത് കണ്ടോ കുഞ്ഞായിട്ട് ആ ഒരു ഇത് കിടക്കും. അത് വേണമെങ്കിൽ നമുക്ക് അരിച്ചെടുക്കാം, അല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ ഇത് സ്റ്റെൻഡർ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നമുക്ക് ആവശ്യത്തിന് അരിച്ചെടുക്കാം. നമ്മൾ ആവശ്യാനുസരണം അരിച്ചെടുത്താൽ മതി, മൊത്തം കൂടി എടുക്കണമെന്നില്ല. നമുക്ക് ആവശ്യത്തിന് യൂസ് ചെയ്യാം. വേണ്ടോ ഇതുപോലെ കുഞ്ഞെന്തെങ്കിലുമൊക്കെ സാധനം ഉണ്ടെങ്കിൽ അങ്ങ് പൊക്കോളും. മറ്റേതുപോലെ അരിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ഈ ഒരു ഇതിന് വരില്ല കേട്ടോ. ഇനി നമുക്കിത് യൂസ് ചെയ്യാം. അപ്പം നമ്മൾ എപ്പോഴും ഇത് കണക്ക് സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതൊന്ന് അടച്ചു വെക്കുക കേട്ടോ. ഓപ്പണാക്കി വെക്കാതെ മാക്സിമം ഒന്ന് അടച്ചു വെക്കുക. ഇനി നമുക്ക് ഇത് ഒഴിക്കാം. ഇത് ഒഴിക്കേണ്ടതെന്ന് വെച്ചാൽ ഇനി ഇത് വെള്ളം ഒഴിച്ച് നേർപ്പിക്കേണ്ട കാര്യമില്ല. നമ്മളിത് ഓൾറെഡി അത്യാവശ്യം നല്ല വെള്ളത്തിൽ നമ്മളിത് ഇട്ടേക്കായിരുന്നു ചെയ്തത്. അപ്പോൾ ഇനി ഇത് നേർപ്പിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഡയറക്റ്റ് നമ്മുടെ സ്പ്രെയറിലോട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഇതിനൊക്കെ അടിച്ചു കൊടുക്കുന്നത് കാരണം പ്ലാന്റ്സിനകത്തെല്ലാം ബഡ്സ്, പുതുതായിട്ടെല്ലാം ബഡ്സ് വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാം ബഡ്സാണ്. അപ്പോൾ നമ്മളത് അടിച്ചു കൊടുക്കുന്ന രീതി എന്ന് വെച്ചാൽ ലീഫുകളിൽ മാത്രമല്ല, നമ്മുടെ ചുവട്ടിലും സ്റ്റമ്പിലും എല്ലാം തന്നെ ആ റൂട്ട്സിനകത്തും എല്ലാം കിട്ടത്തക്ക രീതിയിൽ തന്നെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇതുപോലെ സ്പ്രേ ചെയ്ത് എല്ലാ ഭാഗങ്ങളിലും കൊടുക്കുക. അപ്പോൾ ഫ്ലവേഴ്സാണ് നിൽക്കുന്നുണ്ടെങ്കിൽ ഫ്ലവേഴ്സിൽ കൊടുക്കരുത്, അല്ലാതെ നമ്മുടെ പ്ലാന്റ്സിൽ എല്ലാ ഭാഗങ്ങളിലും കിട്ടത്തക്ക രീതിയിൽ വേണം നമ്മളത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. കണ്ടോ, ഇതുപോലെ കൊടുക്കുക. അപ്പോൾ നമ്മൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ വളങ്ങൾ കൊടുത്തിട്ട് ഫ്ലവർ ഉണ്ടാവുന്നില്ല എന്ന് പറയുന്ന ചിലരുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് വളം അപ്ലൈ ചെയ്ത് കൊടുത്തെന്ന് പറഞ്ഞാലും നമ്മൾ ഡെൻഡ്രോബിയം ഓർക്കിഡ്സിന് അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സൺലൈറ്റ് വേണം, എങ്കിൽ മാത്രമേ അത് ഫ്ലവർ ചെയ്യൂ. അപ്പോൾ അതും കൂടി ശ്രദ്ധിച്ചിട്ട് വേണം നമ്മുടെ വളങ്ങളും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. വേണ്ടോ, ഇതുപോലെ എല്ലാ ഭാഗങ്ങളിലും കിട്ടത്തക്ക രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നിൽക്കുന്ന സ്റ്റെമ്മുകളിൽ നിന്നും മുട്ടുകൾ വരുന്നതേ കണ്ടോ. ഇവിടെ നിൽക്കുന്നത് കണ്ടോ,
ഇത് ലീഫൊന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരു സ്റ്റമ്പാണ്. അതിൽ നിന്നാണ് ഇത് കൊണ്ട് മൊട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലീഫിൽ മാത്രം അപ്ലൈ ചെയ്യരുത്, അതുപോലുള്ള സ്റ്റമ്പിലും ഒക്കെ കൂടെ തന്നെ നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം നല്ല രീതിയിൽ ഫ്ലവറിങ് ഉണ്ടായിക്കോളും. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ 2 ആഴ്ച കൂടുമ്പം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട കാര്യമുള്ളൂ. എല്ലാ ആഴ്ചയിലും കൊടുക്കേണ്ട ആവശ്യമില്ല. 2 ആഴ്ച കൂടുമ്പോൾ നമ്മൾ കൊടുക്കാം. അതിൻ്റെ ഇടയിൽ ഒന്നിടവിട്ട ആഴ്ചയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് രാസവളമാണ് കൊടുക്കുന്നെങ്കിലോ കൊടുക്കാം. അതല്ല ജൈവവളം തന്നെ നമ്മൾ ചാണകത്തിൻ്റെ സ്ലറി ഏതെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം കേട്ടോ. ഇത് 2 ആഴ്ച കൂടുമ്പോൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ വളങ്ങൾ നൽകുന്നതിന് മുന്നേ ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടി ഒന്ന് മൈൻഡിൽ വെക്കുക കേട്ടോ. അപ്പോൾ അതെന്ന് പറയുന്നത്, നമ്മൾ ഓർക്കിഡ് ചെടികൾക്ക് വളം നൽകുന്നതിന് മുന്നേ രാവിലെ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് വാട്ടറിങ് ആണ്. അതിരാവിലെ തന്നെ നമ്മൾ വെള്ളം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ വെള്ളം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ 2 മണിക്കൂറിന് ശേഷം നമ്മൾ ചെടിക്ക് നൽകിയ വെള്ളം 2 മണിക്കൂറിന് ശേഷം നമ്മൾ വളങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഈവനിങ് ടൈമിൽ വളങ്ങൾ നൽകാൻ പാടില്ല. പിന്നെയെന്ന് പറയുന്നത്, നമ്മൾ മഴ സമയത്താണെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും ഞാൻ ഈ പറയുന്ന വളങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. എന്ന് വെച്ചാൽ ജൈവ വളങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ, നമ്മൾ ജൈവ വളങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴേ ചില ഫെനലോസിസ് പോലുള്ള ചെറിയ പ്ലാന്റ്സിനൊക്കെ ആണെങ്കിൽ ജൈവവളങ്ങൾ അമിതമായിട്ടാണെങ്കിൽ അതിന് ചെറിയ ഫംഗലിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഇതുവരെ വന്നിട്ടില്ല. അമിതമായിട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് പ്രതിവിധി എന്ന് പറയുന്നത്, നമ്മൾ മാസത്തിലൊരിക്കൽ ജൈവവളങ്ങൾ നൽകുകയാണെങ്കിൽ മാസത്തിലൊരിക്കൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് പ്ലാന്റ്സിന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതും മോർണിംഗ് ടൈമിൽ വേണം, ഈവനിങ് ആവരുത്. നമ്മൾ വെള്ളവും വളവും ഫംഗലും എന്ത് സംഭവം നമ്മുടെ ഓർക്കിഡ്സിന് നൽകുകയാണെങ്കിലും രാവിലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഇത്ര ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഞാൻ ഈ പറയുന്ന വളങ്ങളും കൂടി നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ഇത് ഓർക്കിഡിന് മാത്രമല്ല കേട്ടോ യൂസ് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ ഏത് ഫ്ലവറിങ് പ്ലാന്റ്സിന് വേണമെങ്കിലും നമുക്ക് ഈ വളം യൂസ് ചെയ്യാൻ നല്ല റിസൾട്ട് കിട്ടും, അത് ഉറപ്പാണ്. അപ്പോൾ ഞാനിത് പച്ചക്കറികൾക്കും ചെടികൾക്കും എല്ലാം ഒരുപോലെ യൂസ് ചെയ്യാറുണ്ട്, സ്പ്രേ ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ ഓർക്കിഡ്സിനാണ് രാവിലെ ഒഴിക്കാറുള്ളത്. പച്ചക്കറികൾക്കാണെങ്കിൽ നമുക്ക് വൈകുന്നേരം ഒന്ന് ഒരുപാട് വെയിൽ താഴുന്നതിന് മുന്നേ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അപ്പം നല്ല റിസൾട്ട് ഉണ്ടാവും, നല്ല ഫ്ലവറിങ് ഉണ്ടാവും. നമ്മുടെ ഓർക്കിഡ്സിനും ഫ്ലവറിങ് പ്ലാന്റ്സിനും എല്ലാം നല്ല റിസൾട്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.